Okay, good evening all of you. അപ്പോൾ some basic concepts of chemistry സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ഡിസ്കസ് ചെയ്തായിരുന്നു. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്തായിരുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ബാക്കിയുള്ള ലോസും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അനന്യ, അഭയ, മൻസൂറ, മാളു, സോറ, ഗുഡ് ഈവനിങ്. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ലോസിലേക്ക് പോവാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അടുത്ത ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് ഫ്രഞ്ച് കെമിസ്റ്റ് ജോസഫ് പ്രോസ്റ്റ് ആണ്. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുക? എ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻസ് ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. അതായത് ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ ആറ്റംസിന് ഒരു പർട്ടിക്കുലർ മാസ് റേഷ്യോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. ആൻഡ് ഓക്സിജൻ മാസ് 16 × 2 32. ഇപ്പൊ റേഷ്യോ എത്ര വരും? 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:8 വരും. ഇനി കാർബൺ മോണോക്സൈഡ് എടുക്കുകയാണെങ്കിൽ കാർബൺ മാസ് 12 ആൻഡ് ഓക്സിജൻ 16. ഇപ്പൊ ഇവിടെ എത്ര വരും? 3:4. എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് മെത്തേഡ് വഴി വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ 3:8 മാസ് റേഷ്യോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ 3:8 മാസ് റേഷ്യോ ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. അതേപോലെ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ 3:4 മാസ് റേഷ്യോ വരികയാണെങ്കിൽ പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാർബണും ഓക്സിജനും കൂടി നമ്മൾ റിയാക്ട് ചെയ്യാം. അതായത് ഒരു വെസലിൽ കാർബണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, കാർബണും ഓക്സിജനും 3:8 റേഷ്യോയിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുക. അതേപോലെ കാർബണും ഓക്സിജനും 3:4 മാസ് റേഷ്യോയിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഏത് മെത്തേഡ് വഴി വേണമെങ്കിലും കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം, മാസ് റേഷ്യോ ഫിക്സഡ് ആയിരിക്കണം മാത്രം. ക്ലിയർ ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നു, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ഇവിടെ എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും? റീസൺ കാർബണും ഓക്സിജനും അവിടെ ഏത് റേഷ്യോയിൽ വന്നു? 3:8 റേഷ്യോയിൽ വന്നു. 3:8 റേഷ്യോയിൽ കാർബൺ ഓക്സിജനും വന്നുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ ആ കറക്റ്റ് മാസ് റേഷ്യോ എല്ലാ കോമ്പൗണ്ടിലും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ഫിക്സഡ് മാസ് റേഷ്യോ വന്നു കഴിഞ്ഞാൽ ആ ഫിക്സഡ് കോമ്പൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ക്ലിയർ ആണോ? Law of definite or law of constant proportion. Okay. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെസലിൽ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യിപ്പിക്കുക. ഇവിടെ രണ്ട് പോസിബിലിറ്റി. ഒന്നുകിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആവാം, ഒന്നുകിൽ വാട്ടർ മോളിക്യൂൾ. എപ്പോഴാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് വരിക? എപ്പോഴാണ് വാട്ടർ മോളിക്യൂൾ വരിക? എപ്പോഴാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് വരിക? ഹൈഡ്രജൻ ഓക്സിജൻ മാസ് റേഷ്യോ എത്ര വരണം? ഇവിടെ 2:32. ഇവിടെ വരുമ്പോൾ 2:16. റേഷ്യോ വരുമ്പോൾ 1:16. ഇവിടെ ആണെങ്കിൽ 1:8. അതായത് ഹൈഡ്രജനും ഓക്സിജനും 1:16 മാസ് റേഷ്യോയിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ പ്രോഡക്റ്റ് H2O2. ഹൈഡ്രജനും ഓക്സിജനും 1:8 മാസ് റേഷ്യോയിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാം വാട്ടർ മോളിക്യൂൾ ആയിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയാൻ പോകുന്നത്. ഡിസഡ്വാൻറ്റേജ്, ഈ ലോ ആപ്ലിക്കബിൾ അല്ലാത്ത കേസ്.
ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് മാസ് റേഷ്യോ എത്ര വരണം? 12:32, അതായത് 3:8. 3:8 മാസ് റേഷ്യോയിൽ വന്നാലാണ് അത് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ആവും. 3 പാർട്ട് കാർബണും 8 പാർട്ട് ഓക്സിജനും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമെന്നാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. അപ്പൊ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ്, കാർബണിന് കാർബൺ 12 ഐസോട്ടോപ്പ് ഉണ്ട്, കാർബൺ 14 ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് കാർബൺ 14 ഐസോട്ടോപ്പ് ആണെങ്കിൽ മാസ് റേഷ്യോ എത്ര വരും? 14:32 ആൻഡ് 7:16 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണോ? അപ്പൊ ഡിഫറെന്റ് ഐസോടോപ്സ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അവിടെ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? ഡിസഡ്വാൻറ്റേജ്, മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ് വരുമ്പോൾ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ മറ്റ് ഐസോടോപ്പുകൾ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്താൽ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഓക്കെ ആണോ? Disadvantage, law of constant proportion or definite proportion, and disadvantage. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ലോയിലേക്ക് പോവാണ്. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ജോൺ ഡാൾട്ടൺ ആണ് സ്റ്റേറ്റ് ചെയ്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? If two elements can combine to form more than one compound, രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. Then the masses of one element which combines with the fixed mass of the other element are in the ratio of small whole numbers. അതായത് രണ്ട് കോമ്പൗണ്ടിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് മാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എലമെന്റിന്റെ മാസ് റേഷ്യോ ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അപ്പൊ ഈ ലോയിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, രണ്ട് സെയിം എലമെന്റ് കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്യുന്നു, സെയിം എലമെന്റ്സ്. കാർബൺ 1 മോൾ റിയാക്ട് ചെയ്യാം, കാർബൺ 1/2 മോൾ റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന കോമ്പൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഏതായിരിക്കും? ആദ്യത്തേൽ കാർബൺ ഡയോക്സൈഡ് വരും, രണ്ടാമത്തേൽ കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി രണ്ട് സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ എത്രയാണ്? കാർബൺ ഫിക്സഡ് അല്ലേ? സെയിം നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് മാസ് റേഷ്യോ എലമെന്റ്സിന്റെ മാസ് റേഷ്യോ ഒരു ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് വരും. അതായത് O2വിന്റെ എന്ത് വരും? 32 വരും. 16 × 2 32, then ഓക്സിജൻ 16. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? 16 വെച്ച് കട്ട് ചെയ്താൽ 2:1. ഓക്കെ, രണ്ട് സെയിം എലമെന്റ് കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ഉണ്ടാവുക. അതിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എലമെന്റ്സിന്റെ മാസ് റേഷ്യോ ഒരു ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതില് ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ വരാം. ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, then വാട്ടർ മോളിക്യൂൾ. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O, ഇതിലേത് എലമെന്റിന്റെ മാസാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക? ഹൈഡ്രജൻ. കാരണം നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിജന്റെ മാസ് റേഷ്യോ എന്ത് വരും? ഫസ്റ്റ് വൺ 32, സെക്കൻഡ് വൺ 16, ദാറ്റ് ഈസ് 2:1. ഇറ്റ്സ് എ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ ആണോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ ആണോ? ഇനി ഒരു പെയർ ഓഫ് എലമെന്റ്സ് എന്നിട്ട് അത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, CO2 and CO, then H2O and H2O2. Okay, then NO2 SO2. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക?
ഒരു പെയർ ഓഫ് സ്പീഷീസ് എന്നാൽ അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുമോ ഇല്ലയോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആദ്യം നോക്കേണ്ടത് രണ്ട് കോമ്പൗണ്ട് തന്നിട്ടുണ്ടാവണം. ആ രണ്ട് കോമ്പൗണ്ടിൽ സെയിം എലമെന്റ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, സെയിം എലമെന്റ്സ്. ഓക്കെ. രണ്ടാമത്തേത്, രണ്ട് കോമ്പൗണ്ട്സിലും നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വൺ എലമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വൺ എലമെന്റ് will be a constant ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നോക്കുക, കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ്. രണ്ട് എലമെന്റ്സേ ഉള്ളൂ. കാർബണിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കോൺസ്റ്റന്റ് ആണ്. H2 and H2O2, ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. ഇതിൽ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് കോൺസ്റ്റന്റ് ആണ്. And NO2 and SO2, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യും. ആദ്യത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. രണ്ടാമത്തേലോ സൾഫർ ആൻഡ് ഓക്സിജൻ ആണ്. ഇതൊരിക്കലും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യില്ല. ക്ലിയർ? ഓക്കെ. അപ്പൊ അടുത്ത ലോയിലേക്കാണ് പോകാൻ പോകുന്നത്. ഗേലിസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഗേലിസാക്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഗേലിസാക്സ്, when gases react together they always do in volumes which bear a simple ratio to one another and to the volumes of products. If these are also gases, provided all measurements of volumes are performed under similar conditions of temperature and pressure. സ്റ്റേറ്റ്മെന്റ് വളരെ ലെങ്തി ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഗേഷ്യസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാവണം. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഗേഷ്യസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, അമോണിയ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ വരുന്ന റിയാക്ടൻസും ഗ്യാസ് ആണ് ആൻഡ് പ്രോഡക്ട്സും ഗ്യാസ് ആണ്. ബാലൻസ് ചെയ്യുമ്പോൾ N2 + 3H2 gives 2NH3. ഇപ്പൊ ഗേഷ്യസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ഗേഷ്യസ് പ്രോഡക്ട്സ് ഉണ്ടാവണം. ദെൻ ഈ റിയാക്ഷനിൽ എത്രയാണോ മോൾസ് റേഷ്യോ വരുന്നത് അത് തന്നെയായിരിക്കും വോളിയം റേഷ്യോ. മോൾസ് റേഷ്യോ എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും വോളിയം റേഷ്യോ. ഇവിടെ മോൾസ് റേഷ്യോ എന്ത് വരും? 1:3:2. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോളിയം റേഷ്യോ എന്ത് വരും? ഗേലിസാക്സ് ലോ വെച്ചിട്ട് വോളിയം റേഷ്യോ സെയിം തന്നെ വരും, 1:3:2. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താ? ഇപ്പൊ ക്വസ്റ്റ്യനിൽ തരാണ്, the volume of ammonia produced is equal to 200 ml. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ യൂസ്ഡ്. എത്രയാണോ മോൾസ് റേഷ്യോ അത് തന്നെയായിരിക്കും വോളിയം റേഷ്യോ. മോൾസ് റേഷ്യോ 1:3:2, വോളിയം റേഷ്യോ 1:3:2. അപ്പോൾ ഹൈഡ്രജൻ വോളിയം എത്ര വരും? നൈട്രജൻ വോളിയം എത്ര വരും? കമന്റ് ചെയ്യാമോ? അമോണിയ 200, റേഷ്യോ എത്രയായിരിക്കണം? 1:3:2. അപ്പൊ എത്ര വരും? ഹൈഡ്രജൻ എത്ര വരും? നൈട്രജൻ എത്ര വരും? റേഷ്യോ 1:3:2 വരണം. അപ്പൊ ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ എത്ര വരും? ഹൈഡ്രജൻ 300 ml വരണം ആൻഡ് നൈട്രജൻ 100 ml വരണം. അപ്പോഴാണ് റേഷ്യോ എന്ത് വരിക? 1:3:2 വരിക. യെസ്, വെരി ഗുഡ്. സോ ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം. ഹൈഡ്രജൻ ഗ്യാസ് H2 ഗ്യാസ് ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യും. അവിടെ ഫോം ചെയ്യുക ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്, HCl. ഈ ക്വസ്റ്റ്യനിൽ ക്ലോറിൻ ഗ്യാസ് യൂസ്ഡ് ഇസ് 50 ml ആണെങ്കിൽ what will be the volume of hydrogen gas and what will be the volume of hydrogen chloride gas? പറയാമോ? ഗേലിസാക്സ് ലോ ഗേഷ്യസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്തു ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ മോൾസ് റേഷ്യോ തന്നെയായിരിക്കും വോളിയം റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ മോൾസ് റേഷ്യോ എഴുതുക 1:1:2. ഇപ്പോൾ ഇവിടുത്തെ മോൾസ് റേഷ്യോ എഴുതി. മോൾസ് റേഷ്യോ തന്നെയായിരിക്കും വോളിയം റേഷ്യോ. വോളിയം റേഷ്യോ 1:1:2. അപ്പോൾ 50 ml ആണ് ക്ലോറിൻ തന്നിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും HCl, എത്രയായിരിക്കും ഹൈഡ്രജൻ? റേഷ്യോ 1:1:2 ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ഹൈഡ്രജൻ 50 ml ആയിരിക്കണം ആൻഡ് HCl 100 ml ആയിരിക്കും. അപ്പോഴാണ് റേഷ്യോ 1:1:2 വരിക. 10. വെരി ഗുഡ്, കറക്റ്റ്.
Okay ആണല്ലോ Gay-Lussac's law and application. Yes, Roshna, correct. Okay. അപ്പോൾ അടുത്ത ലാസ്റ്റ് ലോയിലേക്ക് പോവാം, അവോഗാഡ്രോസ് ലോ. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് നോക്കാം. അവോഗാഡ്രോ, equal volumes of gases at the same temperature and pressure contain equal number of molecules. ഒരു വെസലിൽ ഈക്വൽ വോളിയം ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ 3 വെസൽ എടുക്കുകയാണ്. 3 വെസൽ. ഓക്കെ, 3 വെസലിൽ വോളിയം വി ആൻഡ് ടെമ്പറേച്ചർ ടി, പ്രഷർ പി. ഒരു പർട്ടിക്കുലർ വോളിയം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പർട്ടിക്കുലർ പ്രഷർ അപ്ലൈ ചെയ്തു. അതായത് 3ഉം കോൺസ്റ്റന്റ്. ഫസ്റ്റ് വെസലിൽ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസ്. സെക്കൻഡ് വെസലിൽ ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്തു, ഓക്സിജൻ ഗ്യാസ്. തേർഡ് വെസലിൽ ഞാൻ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തു, അമോണിയ. ദെൻ ഫസ്റ്റ് വെസലിലെ ഹൈഡ്രജൻ ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ കൗണ്ട് ചെയ്തു. ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 100 മോളിക്യൂൾസ്, 100 മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ അവോഗാഡ്രോസ് ലോ പ്രകാരം എനിക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് വെസൽ മോളിക്യൂൾസിന്റെ എണ്ണം കൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്താണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്? ഈക്വൽ വോളിയൂംസ് ഓഫ് ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ 3 വെസലിനെ വോളിയം സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് വെസൽ 100 മോളിക്യൂൾസ് ആണെങ്കിൽ സെക്കൻഡ് വെസലിനും 100 മോളിക്യൂൾസ് ആയിരിക്കും, തേർഡ് വെസലിനും 100 മോളിക്യൂൾസ് ആയിരിക്കും. ക്ലിയർ ആണോ അവോഗാഡ്രോസ് ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിൽ ഈ വോളിയത്തിൽ ഞാനൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. വോളിയത്തിൽ ചേഞ്ച് വരുത്തുന്നു. ഫസ്റ്റ് വെസലില് ഓക്സിജൻ, സെക്കൻഡ് വെസലിലും ഓക്സിജൻ തന്നെ കൊടുക്കുകയാണ്, തേർഡ് വെസലിലും ഓക്സിജൻ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വെസൽ വോളിയം 22.4 ലിറ്റർ കൊടുത്തു ആൻഡ് പ്രഷർ 1 ബാർ പ്രഷർ കൊടുത്തു. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഒന്നാണ്, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ 3 വെസൽ കൺസിഡർ ചെയ്തു. വെസൽ 1ൽ 22.4 ലിറ്റർ വോളിയം കൊടുത്തു, പ്രഷർ 1 ബാർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ. ആൻഡ് സെക്കൻഡ് വെസലിൽ ടെമ്പറേച്ചറും പ്രഷറും ഞാൻ സെയിം ആയിട്ട് കൊടുത്തു, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെയിം ആയിട്ട് കൊടുത്തു. ആൻഡ് വോളിയം 11.2 ലിറ്റർ കൊടുത്തു, ഇവിടെ 5.6 ലിറ്റർ കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് വെസലിൽ വോളിയം 22.4 ലിറ്റർ, 1 ബാർ പ്രഷർ, 273 കെൽവിൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.02 × 10⁻23 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് വെസലിൽ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്, പക്ഷെ വോളിയം എത്രയാണ്? 11.2. ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിന്റെ നേർപകുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.02 × 10⁻23/2 ആയിരിക്കും. Then തേർഡ് വെസലിലാണെങ്കിൽ 5.6, 22.4 ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.02 × 10⁻23/4 ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്.
6.02 into 10⁻23 എന്ന് പറഞ്ഞാൽ that is equal to 1 mole. ഇവിടെയാണെങ്കിലോ 1/2 mole. ഓക്കെ, ഇപ്പൊ ഇവിടെയാണെങ്കിലോ 1/4 mole. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു given volume divided by 22.4 liter. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്ത് വരും? given volume 22.4 divided by 22.4, that is 1 mole. സെക്കൻഡ് കേസിലോ given volume 11.2 by 22.4, that is 1/2 mole. തേർഡ് കേസിലോ 5.6 divided by 22.4, that is 1/4 mole. ഈ കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ കാണാൻ ഇല്ല. ഞാനിപ്പോ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ, അതോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇടയ്ക്കൊന്ന് ബ്ലാങ്ക് ആയി പോയായിരുന്നു. ഇതില് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട പോർഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഇപ്പൊ ഏതെങ്കിലും പോയിന്റ് മിസ്സായി പോയാ? ഇടയ്ക്ക് ബ്ലാങ്ക് ആയി പോയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്. ക്ലിയർ ആവാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അവഗാഡ്രോസ് ലോ, അതിൽ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ given volume by 22.4 liter. ഓക്കെ അല്ലേ? ഈ കേസിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് വോളിയം is directly proportional to number of moles. Okay, volume is directly proportional to number of moles. അപ്പൊ ക്ലിയർ ആണല്ലോ? ബാക്കി എല്ലാ ലോസും ക്ലിയർ അല്ലേ? law of conservation of mass, law of constant proportion or definite proportion, law of multiple proportion, Gay-Lussac's law of combining volumes, and Avogadro's law. Okay, ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. And one more thing, that is Dalton's atomic theory. എന്താണ് ജോൺ ഡാൾട്ടൺ ആറ്റത്തെ പറ്റി പറഞ്ഞത്? An atom is the smallest indivisible particle of matter and it is similar to a hard solid sphere. Atom ആണ് ഒരു മാറ്ററിന്റെ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്നാണ് ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറിയിൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആ കാലഘട്ടത്തിൽ കറക്റ്റ് ആയിരുന്നു, പിന്നീട് അത് കറക്റ്റ് അല്ല എന്ന് തെളിയിക്കേണ്ടായി. കാരണം ആറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ? പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്. ഇനി അറ്റോമിക് തിയറിയിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അറ്റോമിക് തിയറിയിൽ? Matter consists of indivisible atoms. All the atoms of a given element have identical properties, including identical mass. Atoms of different elements different in mass. Correct അല്ലേ? For example, ഹൈഡ്രജന്റെ മാസ് അല്ല ഓക്സിജൻ, ഓക്സിജന്റെ മാസ് അല്ല സോഡിയം, അതായിരിക്കില്ല കാർബൺ, അതായിരിക്കില്ല ക്ലോറിൻ. ഡിഫറെന്റ് ആറ്റംസിന് ഡിഫറെന്റ് മാസ് ആയിരിക്കും. Then compounds are formed when atoms of different elements combined in a fixed ratio. കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക. അത് നേരത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലും കൂടി പറഞ്ഞതാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫിക്സഡ് മാസ് റേഷ്യോ കാർബൺ 12 ഐസോട്ടോപ്പ് ആണെങ്കിൽ 12:32, that is 3:8. കാർബൺ മോണോക്സൈഡ് ആണെങ്കിലോ കാർബൺ ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു, ഫിക്സഡ് മാസ് റേഷ്യോ 12:16, ഇപ്പോൾ ഇവിടെ 3:4. കറക്റ്റ് തന്നെയാണ്. Then chemical reactions involve reorganization of atoms. These are neither created nor destroyed in a chemical reaction. Chemical reaction നടക്കുന്നത് ആറ്റംസിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്. ദെൻ ഈ ആറ്റംസ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡെസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും കൂടി ചേർത്തിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യും, അവിടെ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജനിൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ദെൻ ഓക്സിജനിൽ ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്.
ദെൻ ഹൈഡ്രജൻ ഏതിലേക്ക് കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനിലേക്ക് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഓക്സിജനിലേക്ക് 2 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാവുക? പ്രോഡക്റ്റ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുക. അതും കറക്റ്റ് ആണ്. ഇവിടെ റിയാക്ടൻസിന്റെ മാസും പ്രൊഡക്ട്സിന്റെ മാസും സെയിം ആണ്. മാസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡെസ്ട്രോയ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും കൂടി ഇക്വലന്റ് ആയിട്ട് പറയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ Dalton's atomic theory and main points. Okay. അപ്പൊ ഇനി പ്രോബ്ലംസിലേക്ക് കടക്കാം. പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പൊ പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Suppose the elements X and Y combine to form two compounds XY2, X3Y2. Xും Yയും കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ട്സ് ഉണ്ടാവും, XY2, X3Y2. When 0.1 mole of XY2 weighs 10 gram, 0.05 mole of X3Y2 weighs 9 gram. The atomic weights of X and Y. അപ്പൊ X3Y2ന്റെ XY2ന്റെ മാസും നമ്പർ ഓഫ് മോൾസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് എക്സും അറ്റോമിക് മാസ് ഓഫ് വൈയും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്ന ടേമുകൾ ആദ്യം എടുത്ത് ചെയ്ത് XY2 ഫോം ചെയ്യും, X3Y2 ഫോം ചെയ്യും. എക്സിന്റെ അറ്റോമിക് മാസ് ഞാനിവിടെ A എന്ന് കൊടുക്കുകയാണ്, വൈയുടെ അറ്റോമിക് മാസ് B എന്ന് കൊടുക്കാം. ഓക്കെ, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് XY2 തന്നിട്ടുണ്ട് 0.1 മോൾ. നമ്പർ ഓഫ് മോൾസ് ഫോർമുല given mass by molecular mass. Given mass XY2ന്റെ മാസ് തന്നിട്ടുണ്ട് 10 gram. മോളിക്കുലാർ മാസ് ഓഫ് XY2 എങ്ങനെ കാണാം? അറ്റോമിക് മാസ് ആഡ് ചെയ്യുക. എക്സിന്റെ അറ്റോമിക് മാസ് A പ്ലസ് വൈയുടെ അറ്റോമിക് മാസ് B. ഇപ്പൊ ഇവിടെ 2 Y ഉള്ളതുകൊണ്ട് A+2B. സെക്കൻഡ് വൺ നമ്പർ ഓഫ് മോൾസ് X3Y2 it is 0.05 equal to given mass 9 gram. മോളിക്കുലാർ മാസ് X3Y2 3A പ്ലസ് 2B വരും. ഓക്കെ, ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, എയുടെയും ബിയുടെയും വാല്യൂ ഓൾറെഡി ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് 2 ഇക്വേഷൻ കിട്ടും, ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ചെയ്യാം. ആദ്യത്തെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും, രണ്ടാമത്തെ ആണെങ്കിൽ 1-2 പേജിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. A+2B ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, ദെൻ 0.1 റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? 100 വരും. 100/1. A+2B 100 വരുന്ന ഓപ്ഷൻ ഏതാണ്? അതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. A വാല്യൂം ദെൻ 2B വാല്യൂം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് 100 വരിക? നോക്കിയിട്ട് പറയാമോ? A+2B 100 വരുന്നത് അറ്റോമിക് വെയ്റ്റ്സ് ഓഫ് എക്സ്, അറ്റോമിക് വെയ്റ്റ്സ് ഓഫ് വൈ. ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ A വാല്യൂ ആണ്, രണ്ടാമത് തന്നിരിക്കുന്ന B വാല്യൂ ആണ്. ഏത് വരും? ഒരാൾ കമന്റ് ചെയ്ത് ഓപ്ഷൻ A ആണെന്ന്. പറയാമോ ഏത് വരും? ഓപ്ഷൻ A തന്നെയാണ് എല്ലാവരും പറയാം. A വാല്യൂ ഇവിടെ 40 പ്ലസ് B വാല്യൂ 30. 2 into 30 that is 60. ആൻസർ കറക്റ്റ് ആണ്, 100 വരും. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂ. ചിലതൊന്നും നമുക്ക് മൊത്തത്തിൽ ചെയ്തു നോക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതെങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുക? ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുക, ഇക്വേഷനിലേക്ക് വരുത്തേണ്ടി വരും. A+2B is equal to 100. Then second equation 3A plus 2B. 3A plus 2B is equal to 9/0.05. Okay. ഇവിടെ എന്ത് വരും? 3A plus 2B is equal to 900/5. 5 വെച്ച് കട്ട് ചെയ്താൽ 180. Okay. 18 into 590, 180. ഇവിടെ 2 ഇക്വേഷൻ കിട്ടി. A+2B is equal to 100. 3A plus 2B is equal to 180. Equation 1, equation 2.
2 minus 1 ചെയ്താൽ എന്ത് കിട്ടും? 3a minus a 2a is equal to 180 minus 100 80. A is equal to 80 by 2, that is equal to 40. A 40 എന്ന് കിട്ടി. ഇനി a വാല്യൂ a plus 2b ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40 plus 2b is equal to 100. b is equal to 100 minus 40 by 2. എത്ര വരും? 60 by 2 30. ഡയറക്റ്റ് മെത്തേഡിലും ആൻസർ കിട്ടാം, അതല്ലാതെ ചെയ്ത് കിട്ടും. ഓക്കെ ആണോ? a 40 and b 30. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന രീതികൾ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈസി മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിച്ച് തന്നെ ആൻസർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, സമയം ലാഭിക്കാം, അത് ലെങ്തി ക്വസ്റ്റ്യന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് അവോഗാഡ്രോസ് നമ്പർ Na is changed from 6.02 into 10 raised to 23 to 6.022 into 10 raised to 20, this would change. നമുക്കറിയാം അവോഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്ന വാല്യൂ that is equal to 6.022 into 10 raised to 23 ആണ്. ഈ വാല്യൂ ചേഞ്ച് ചെയ്താൽ, അതായത് 6.022 into 10 raised to 20 ആക്കിയാൽ എന്ത് ചേഞ്ച് ആണ് വരിക? അപ്പൊ ഈ നമ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണം. ആ ഇമ്പോർട്ടൻസ് അറിയാമെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാം. എന്താണ് ഈ നമ്പറിന്റെ ഇമ്പോർട്ടൻസ്? 6.022 into 10 raised to 23 എന്നുള്ള നമ്പറിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് മാസ് ഓഫ് ദിസ് വുഡ് ചേഞ്ച് മാസ് ഓഫ് 1 mole of carbon atom, ratio of chemical species to each other in a balanced equation, the ratio of elements to each other in a compound, the definition of mass in units of grams. അപ്പൊ എന്താണ് ഈ നമ്പറിന്റെ ഇമ്പോർട്ടൻസ്? ഈ നമ്പറിനൊരു വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു സ്പീഷീസിൻ അല്ല ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസും അവോഗാഡ്രോസ് കോൺസ്റ്റന്റും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ 6.022 into 10 raised to 23 ആറ്റത്തിന്റെ മാസാണ്. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ 6.022 into 10 raised to 23 ആറ്റത്തിന്റെ മാസാണ്. This atomic mass is equal to mass of 6.022 into 10 raised to 23 atoms. ഓക്കെ ആണോ? അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഓഫ് 6.022 into 10 raised to 23 കാർബൺ ആറ്റംസ്. അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് 6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റംസ്. ഇനി ഇവിടെ കേസ് വണ്ണിൽ 1 മോൾ എന്ന് പറയുന്നത് നമ്മളിവിടെ 6.022 into 10 raised to 23 എടുക്കുക. ഓക്കെ, 1 മോൾ എന്ന് പറയുന്നത് 6.022 into 10 raised to 23. ഇനി കാർബൺ വെച്ച് പറയാണ്. അറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്രയാണ്? 12 ഗ്രാം. ഈ 12 ഗ്രാം എങ്ങനെയാണ് കിട്ടുക? മാസ് ഓഫ് 6.022 into 10 raised to 23 കാർബൺ ആറ്റംസ്. ഇത്രയും ആറ്റത്തിന്റെ മാസാണ് 12 ഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ 1 മോൾ അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുകൂടെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 1 മോൾ കാർബൺ. എഴുതാലോ? ഇത്രയും ഒക്കെയാണോ? കേസ് വണ്ണിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 into 10 raised to 23 എടുത്തു. അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്. മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 6.022 into 10 raised to 23 കാർബൺ ആറ്റംസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 1 മോൾ കാർബൺ. ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ ഇതില് ഞാനിപ്പോൾ ഒന്നോടെ ഇതാണ് ഈ 12 ഗ്രാം കിട്ടിയത് എങ്ങനെയാണ്? ഒരു ആറ്റം കാർബണിന്റെ മാസിനെ
6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതായത് 6.022 into 10 raised to 23 കാർബൺ ആറ്റത്തിന്റെ മാസ് എങ്ങനെയാണ്? ഒരു കാർബണിന്റെ മാസ് ഇൻറ്റു 6.022 into 10 raised to 23 ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് എക്സ് ഇൻറ്റു 6.022 into 10 raised to 23 is equal to 12 gram. അപ്പൊ ഇവിടുത്തെ എക്സ് എന്താണ്? എക്സ് ഇസ് ദ മാസ് ഓഫ് വൺ കാർബൺ ആറ്റം. മാസ് ഓഫ് വൺ കാർബൺ ആറ്റം. ഓക്കെ ആണോ? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിനെ 6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 by 6.022 into 10 raised to 23 gram ആയിരിക്കും. ഓക്കെ ആണോ? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിച്ചത് 12 by 6.022 into 10 raised to 23. ഓക്കെ, അപ്പൊ ഇനി ഞാൻ സെക്കൻഡ് കേസിലേക്ക് പോവാണ്. കേസ് 2 എന്താണ് പറയാ? 1 മോൾ എന്ന് പറയുന്നത് 6.022 into 10 raised to 20 ആണ്. അല്ല, 6.022 into 10 raised to 20. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 മോൾ കാർബൺ സെക്കൻഡ് കേസിൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 6.022 into 10 raised to 20 കാർബൺ ആറ്റംസ്. കാരണം ഇവിടെ 1 മോൾ 6.022 into 10 raised to 20 ആക്കി. അപ്പൊ അത് എത്ര വരും? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് ഇൻറ്റു 6.022 into 10 raised to 20 ആണല്ലോ. എക്സ് നമ്മൾ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് എത്രയാണ്? 12 by 6.022 into 10 raised to 23 ആണ് എക്സ്. ഇൻറ്റു 1 മോൾ, ചേഞ്ച് ചെയ്ത 1 മോൾ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? And the answer is 12 into 10 raised to minus 3 വരും. 12 into 10 raised to minus 3 gram. ഓക്കെ ആണോ കാൽക്കുലേഷൻ? അപ്പൊ ഇവിടെ നോക്കുക, 1 മോൾ 6.022 into 10 raised to 23 ആക്കിയപ്പോൾ കാർബണിന്റെ മാസ് 12 gram. 1 മോൾ 6.022 into 10 raised to 20 ആക്കിയപ്പോൾ കാർബണിന്റെ മാസ് 12 into 10 raised to minus 3 gram. അപ്പൊ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ചെയ്യും? മാസ് ഓഫ് കാർബൺ ചേഞ്ച് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ മാസ് എത്രയിലേക്ക് ചേഞ്ച് ചെയ്യും? 12 into 10 raised to minus 3 ഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യും. ഏത്? 1 അറ്റോമിക് മാസ് ഓഫ് കാർബൺ ആറ്റം. ക്ലിയർ ആണോ? ഓപ്ഷൻ എ വന്നത്. ക്ലിയർ ആണോ? മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ആറ്റം അവിടെ ചേഞ്ച് ചെയ്യും. 12 into 10 raised to minus 3 ലേക്ക് വരും. 12 into സർ കേസ് 2 ഒന്നുകൂടി പറയൂ. കേസ് 1 ഓക്കെ ആണ്. കേസ് 1ൽ നിന്ന് ഞാൻ ഒരാറ്റം കാർബണിന്റെ ആക്ച്വൽ മാസ് കണ്ടുപിടിച്ചു. 12 by 6.022 into 10 raised to 23. കേസ് 2ൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 into 10 raised to 20 ആണ്. അപ്പൊ മാസ് ഓഫ് 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഈ നമ്പർ കാർബൺ ആറ്റത്തിന്റെ മാസ്. ഇപ്പൊ 100 കാർബണിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 100 into മാസ് ഓഫ് 1 കാർബൺ ആറ്റം. 200 കാർബണിന്റെ മാസ് 200 into മാസ് ഓഫ് 1 കാർബൺ ആറ്റം. അപ്പൊ മാസ് ഓഫ് 6.022 into 10 raised to 20 ആണെങ്കിലോ മാസ് ഓഫ് 1 കാർബൺ ആറ്റം into 6.022 into 10 raised to 20. അപ്പൊ എക്സ് എന്നുള്ളത് ഓൾറെഡി കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കിട്ടിയത് 12 into 10 raised to minus 3 gram. ഓക്കെ, അപ്പൊ മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ആറ്റം സെക്കൻഡ് കേസിൽ വന്നു കഴിഞ്ഞാൽ 12 into 10 raised to minus 3 വരും. ഇവിടെ ആണെങ്കിൽ 12 gram വരും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of water molecules is maximum in. വാട്ടർ മോളിക്യൂൾസ് മാക്സിമം ഏതിലാണ്? വാട്ടർ മോളിക്യൂൾ ആണ്. അപ്പൊ ആദ്യം തന്നെ ഈ മോളിക്യൂൾസിന്റെ റിലേഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ ഫോർമുല എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്.
The first formula. Second formula, density into volume divided by molecular mass. Third formula, Avogadro's law and combine the third formula, given volume by 22.4 liter. This use cheyanamenkil STP condition il maatrame use cheyan pattu at standard temperature and pressure. Number of moles kitti kazhinjal number of molecules calculate cheyam. 1 mole molecule il etra molecules undavum? Avogadro's constant. 2 molecules il 2 into Avogadro's constant. So number of molecules equal to number of moles into Avogadro's constant. Okay. അപ്പോൾ ഇവിടെ അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് ആണ്, ഇത് രണ്ടും വേരിയബിൾ ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാം മോളിക്യൂൾസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾസ്. അപ്പൊ മോൾസ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും മോളിക്യൂൾസ് കൂടുതൽ. അപ്പൊ ആദ്യത്തെ കേസ് എടുക്കാം. ഓപ്ഷൻ എ, നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18. ഇവിടെ എത്ര വരും? 0.1 മോൾ. Option B, given mass 18 gram, molecular mass 18 gram. Over 1 mole. Then option C, direct 18 moles in the nekana. For calculation, 18 mole. Then option D, 18 molecules. That's very cheruda. Moles in Avogadro's constant which multiply molecules. This very cheruda. Option D neglect. Petong kudal moles all option C. Option C is the correct. Yes, very good. Roshna, Zora, Manzura. All comment the answer correct ആണ് option C. Okay. അപ്പോൾ അടുത്ത question. Kabran Akmal അല്ല, കമ്രാൻ അക്മൽ, പാകിസ്ഥാന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. എനിവേ കമ്രാൻ അക്മൽ correct ആണ് ട്ടാ. അടുത്ത question. A mixture of gases contains hydrogen and oxygen gases in the ratio of 1:4. What is the molar ratio of the two gases in the mixture? A simple question. ഒരു വെസലിൽ രണ്ട് ഗ്യാസ് മിക്സ്ചർ ഉണ്ട്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിൽ ഹൈഡ്രജന്റെ ഓക്സിജന്റെ മാസ് റേഷ്യോ വന്നിട്ടുണ്ട് 1:4. അങ്ങനെയാണ് മോളാർ റേഷ്യോ കണ്ടുപിടിക്കുക, മോൾസ് റേഷ്യോ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മാസ് റേഷ്യോ 1:4. റേഷ്യോ വാല്യൂവിനെ എങ്ങനെ ആക്ച്വൽ വാല്യൂ ആക്കാം? മോൾസ് റേഷ്യോനെ എങ്ങനെ ആക്ച്വൽ മോൾസ് ആക്കി? എ കോമൺ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾസ് റേഷ്യോ. അപ്പോൾ ഇവിടെ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ഇവിടെ എഴുതാം 1 × x gram. Mass of oxygen 4 into common constant x. ഇനി നമുക്ക് വേണ്ടത് മോൾസ് റേഷ്യോ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഇപ്പോൾ ഇവിടെ 2. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 16 × 2 32. ഇനി ഇതിന്റെ റേഷ്യോ ഹൈഡ്രജൻ ഇസ് ടു ഓക്സിജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. x by 2 is to 4x by 32. x cancelled by 4 32 cancel varum 1 by 8 varum. Yes. അപ്പോൾ ബാക്കി 1 by 2 is to 1 by 8. ഹയസ്റ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 8 × 1 by 2 8 × 1 by 8. ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ഷൻ പോകും. ഇപ്പോൾ 8 ആണ് ഹയസ്റ്റ് വാല്യൂ. ഇപ്പോൾ ഇവിടെ ആൻസർ 4:1. 4:1, യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക 4:1. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. Equal masses of H2O2 and methane, that is CH4, have been taken in a container of volume V at temperature 27 degrees Celsius in identical conditions. The ratios of the volumes of gases H2O2 and methane would be. ഒരു വെസലിൽ
ഹൈഡ്രജനും ഓക്സിജനും ദെൻ മീത്തേൻ ഗ്യാസും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാസ് ഈക്വൽ ആണ്. മാസ് ഓഫ് ഹൈഡ്രജനും മാസ് ഓഫ് ഓക്സിജനും മാസ് ഓഫ് മീത്തേനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം റേഷ്യോ കണ്ടുപിടിക്കണം. ഗേലുസാക്സ് ലോ എന്തായിരുന്നു? മോൾസ് റേഷ്യോ is equal to വോളിയം റേഷ്യോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മോൾസ് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും വോളിയം റേഷ്യോ വരിക. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ സബ്സ്റ്റാൻസിന്റെയും മോൾസ് കണ്ടുപിടിക്കാം, ദെൻ അതിന്റെ റേഷ്യോ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗിവൺ മാസ് തന്നിട്ടില്ല, അപ്പൊ ഞാൻ ഇവിടെ W എന്ന് എഴുതുക. ബൈ മോളിക്കുലാർ മാസ് 2. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഗിവൺ മാസ് തന്നിട്ടില്ല, പക്ഷെ അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഏത്? ഹൈഡ്രജനും ഓക്സിജനും മീഥേനും ഈക്വൽ ആണ്, അപ്പൊ അത് ഞാൻ W എന്ന് തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 32. നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ ഗിവൺ മാസ് ഈക്വൽ ആണ്, അപ്പൊ W ബൈ 16 വരും. അപ്പൊ റേഷ്യോ എന്ത് വരും? W ബൈ 2, W ബൈ 32, W ബൈ 16. W ഈക്വൽ മാസ് ക്യാൻസൽ ആയി പോകും, അപ്പൊ ബാക്കി വരെ 1 ബൈ 2, 1 ബൈ 32, 1 ബൈ 16. ഫ്രാക്ഷൻ കളയണമെങ്കിൽ ഹയസ്റ്റ് ഡിനോമിനേറ്റർ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഹയസ്റ്റ് ഡിനോമിനേറ്റർ വാല്യൂ 32. 32 by 2, 16. 32 by 32, 1. 32 by 16. ഇവിടെ എന്ത് വരും? 2. 16:1:2. That is option C. Yes, very good. Option C is the correct answer. Okay. Okay, അപ്പോൾ എല്ലാവർക്കും കിട്ടി ഓപ്ഷൻ സി. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിമിറ്റിംഗ് റിയാക്ടൻ ടൈപ്പ് പ്രോബ്ലം ആണ്. When 22.4 liters of hydrogen is mixed with 11.2 liter of chlorine, each at STP, the moles of HCl formed is equal to. എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയാക്ടൻ പ്രോബ്ലം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക? ലിമിറ്റിംഗ് റിയാക്ടൻ പ്രോബ്ലം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ തന്നിരിക്കുന്ന റിയാക്ടൻസിന്റെ മാസ് എത്ര? 2 റിയാക്ടന്റ് ഉണ്ടെങ്കിൽ 2 റിയാക്ടന്റിന്റെ മാസോ മോൾസോ വോളിയമോ തന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കമ്പസ്റ്റൻ റിയാക്ഷൻ ആണെങ്കിൽ ഒന്നുകിൽ അവിടെ കംപ്ലീറ്റ്ലി കൺസ്യൂം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കമ്പസ്റ്റൻ എന്ന് ഉള്ള വേർഡ് തന്നിട്ടുണ്ടാവും. ഈ വേർഡ് തന്നിട്ടില്ലെങ്കിൽ 2 റിയാക്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ മാസ് വോളിയമോ നമ്പർ ഓഫ് മോൾസേ തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, കാർബൺ കംപ്ലീറ്റ്ലി റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ അത് ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ല. 12 gram കാർബൺ റിയാക്ട്സ് വിത്ത് 6 gram ഓക്സിജൻ. അങ്ങനെ രണ്ടും കൂടി തന്നിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ്. ദെൻ ചില കേസിൽ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിയാക്റ്റഡ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് നോക്കണം? ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ മാസ് ആണോ വോളിയം ആണോ നമ്പർ ഓഫ് മോൾസ് ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, 12 gram റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. അങ്ങനെ തരികയാണെങ്കിൽ അത് ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ല. 12 gram കാർബൺ കംപ്ലീറ്റ്ലി റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, അതും ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ല. പക്ഷെ 12 gram കാർബൺ റിയാക്ട്സ് വിത്ത് 6 gram ഓക്സിജൻ, അങ്ങനെ തരികയാണെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ? അപ്പൊ തന്നിരിക്കുന്ന റിയാക്ഷനിലെ റിയാക്ടന്റിന്റെ ഫുൾ എമൗണ്ട്, ഒന്നുകിൽ മാസ് അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ്, ഇത് രണ്ടും തന്നിരിക്കുകയാണെങ്കിൽ അത് ലിമിറ്റിംഗ് റിയാക്ടന്റ് പ്രോബ്ലം ആകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്തു. ഹൈഡ്രജന്റെ ക്ലോറിന്റെ വോളിയം തന്നിട്ടുണ്ട്, STP കണ്ടീഷനിലാണ്. HCl ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ HCl നമ്പർ ഓഫ് മോൾസ് എത്ര? അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. H2 plus Cl2 gives 2HCl. Then moles ratio എഴുതുക. ഹൈഡ്രജൻ 1 mole, ക്ലോറിൻ 1 mole, HCl 2. ഓക്കെ, ദെൻ ചെയ്യേണ്ടത് ഗിവൺ മോൾസ്. തന്നിരിക്കുന്ന റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസ്. ഹൈഡ്രജൻ ഗിവൺ മോൾസ് തന്നിരിക്കുന്നു, ഗിവൺ വോളിയം തന്നിരിക്കുന്നു 22.4 ലിറ്റർ ആൻഡ് കണ്ടീഷൻ തന്നിരിക്കുന്ന STP. അപ്പൊ നമുക്ക് അവിടെ ഫോർമുല ചെയ്താൽ ഗിവൺ വോളിയം ബൈ 22.4. ഇവിടെ ഗിവൺ വോളിയം 22.4 by 22.4, 1. Then chlorine given volume 11.2 divided by 22.4, 1/2.
റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഗിവൺ മോൾസ്. ഇവിടെ പ്രോഡക്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഗിവൺ മോൾസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് മോൾസ് റേഷ്യോയിലേക്കാണ്. ഈ മോൾസ് റേഷ്യോയുടെ മീനിങ് ഹൈഡ്രജൻ വെച്ച് ഞാൻ പറയാം, ഹൈഡ്രജൻ എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അത്രയും തന്നെ ക്ലോറിനും വേണം. കാരണം ഇവിടുത്തെ റേഷ്യോ 1:1. ദെൻ ഹൈഡ്രജൻ എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും HCl ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലോറിനെ വെച്ച് പറയാം, ക്ലോറിൻ എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് ആ സെയിം എമൗണ്ട് തന്നെ ഹൈഡ്രജനും റിയാക്ട് ചെയ്യും. കാരണം സെയിം റേഷ്യോ ആണ്. ഇനി ക്ലോറിൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ആയിരിക്കും HCl ഫോം ചെയ്യുക. ക്ലിയർ ആണോ റേഷ്യോയുടെ മീനിങ്? ഇപ്പൊ റേഷ്യോ ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, AB 1:2:4. അപ്പൊ ബിനെ വെച്ച് പറയുകയാണെങ്കിൽ ബി എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കും എ റിയാക്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി ബിയും പ്രോഡക്റ്റും വെച്ച് പറയാം, ബി എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ആയിരിക്കും പ്രോഡക്റ്റിൽ ഫോം ചെയ്യുക. ബിയിൽ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ പ്രോഡക്റ്റിൽ ഫോം ചെയ്യും. ഇനി എനെ വെച്ച് പറയാം, എ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ബി റിയാക്ട് ചെയ്യും. എ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ 4 ടൈംസ് പ്രോഡക്റ്റിൽ ഫോം ചെയ്യും. റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഇനി റേഷ്യോ വെച്ചിട്ടാണ് ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് റിയാക്ഷനിൽ പെട്ടെന്ന് തീർന്നു പോകുന്ന സബ്സ്റ്റാൻസ് ആണ്. ഹൈഡ്രജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അത്രയും തന്നെ ക്ലോറിൻ വേണം. ഇവിടെ എത്രയാണോ ഉള്ളത്? 1 മോൾ. ഹൈഡ്രജൻ 1 മോൾ റിയാക്ട് ചെയ്താൽ ക്ലോറിൻ എത്ര വേണം? 1 മോൾ വേണം. ഇവിടെ 1 മോൾ ഉണ്ടോ ക്ലോറിൻ? ഇല്ല, 1/2 ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ല. ഇനി ക്ലോറിനെ നോക്കാം. ക്ലോറിനും ഹൈഡ്രജനും സെയിം റേഷ്യോ ആണ്. ക്ലോറിൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അത്രയും തന്നെ എമൗണ്ട് വേണം ഹൈഡ്രജൻ. ക്ലോറിൻ എത്രയുണ്ട്? 1/2. ഇവിടെ എത്ര വേണം റിയാക്ട് ചെയ്യാൻ? 1/2. ഇവിടെ എത്രയുണ്ട്? 1 മോൾ. അപ്പൊ നമ്മുടെ ആൻസർ ക്ലോറിൻ ഇസ് ദ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ക്ലിയർ? ലിമിറ്റിംഗ് റിയാക്ടന്റ് കിട്ടിയത് മനസ്സിലായ? ഇനി നമുക്ക് ബാക്കിയുള്ള റിയാക്ഷനിലേക്ക് പോവാം. ആഫ്റ്റർ റിയാക്ഷൻ ലിമിറ്റിംഗ് റിയാക്ടന്റ് റിയാക്ഷനിൽ പെട്ടെന്ന് തീർന്നു പോകും എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് എത്രയാണോ ഗിവൺ മോൾസ് അത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റിൽ നമുക്ക് എഴുതാം ഗിവൺ മോൾസ് മൈനസ് റിയാക്റ്റഡ് എമൗണ്ട്. ഗിവൺ മോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 ആണ്. ആ 1/2 എന്ത് ചെയ്തു? റിയാക്ട് ചെയ്തു പോകും. ഫൈനൽ 0 വരും. ഇനി ഹൈഡ്രജനിലേക്ക് പോവാം. ക്ലോറിൻ എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതേ എമൗണ്ട് തന്നെ ഹൈഡ്രജനും റിയാക്ട് ചെയ്യണം. ക്ലോറിൻ ഇനീഷ്യലി 1 മോൾ ഉണ്ട്, ഹൈഡ്രജൻ ഇനീഷ്യലി 1 മോൾ ഉണ്ട്. ക്ലോറിൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അത്രയും തന്നെ ഹൈഡ്രജനും റിയാക്ട് ചെയ്യും. ഹൈഡ്രജൻ ഇനീഷ്യലി 1 മോൾ ഉണ്ട്, ക്ലോറിൻ എത്ര റിയാക്ട് ചെയ്തു? 1/2. അപ്പൊ ഇവിടെ 1/2 റിയാക്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി റിമൈനിങ് 1/2. ഓക്കെ, അപ്പൊ എക്സസ് റിയാക്ടന്റ് ഹൈഡ്രജൻ ആണ്, റിമൈനിങ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ 1/2. ഇനി പ്രോഡക്റ്റിൽ ഹൈഡ്രജൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന്റെ ഡബിൾ ടൈംസ് ആണ് HCl ഫോം ചെയ്യുക. അതേപോലെ ക്ലോറിൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന്റെ ഡബിൾ. എത്രയാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്? 1/2 ആണ് റിയാക്ട് ചെയ്യുന്നത്. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ × 2, that is 1 mole. Answer 1 mole HCl is formed. Option A is the correct answer. Zora, Manzura, Vandika, Roshna, Hia. എല്ലാവരും കമന്റ് ചെയ്ത് കറക്റ്റ് ആണ്. അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റ് പ്രോബ്ലം മനസ്സിലായോ? ആ റേഷ്യോ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ ആണോ? റേഷ്യോയുടെ കറക്റ്റ് മീനിങ് അറിയാമെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് കണ്ടുപിടിക്കാം, ഏതാണ് എക്സസ് റിയാക്ടന്റ് എന്ന് കണ്ടുപിടിക്കാം, റിമൈനിങ് എമൗണ്ട് ഓഫ് എക്സസ് റിയാക്ടന്റ് കണ്ടുപിടിക്കാം, ആൻഡ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഒരു ലിമിറ്റിംഗ് റിയാക്ടന്റ് പ്രോബ്ലം തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ആദ്യത്തേതിന്റെ പോലെ അത്ര ഈസി അല്ല എന്ന് മാത്രം. ഓക്കെ, 1 gram magnesium is burned with 0.56 gram oxygen in a closed vessel. രണ്ട് റിയാക്ടന്റിന്റെയും എമൗണ്ട് തന്നിട്ടുണ്ട്. Therefore, limiting reactant പ്രോബ്ലം ആയിരിക്കും. Which reactant is left in excess and how much? ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നു ഒരു റിയാക്ടന്റ് അവിടെ എക്സസ് ആയിരിക്കും. ആ എക്സസ് എത്രയാണ്, എക്സസ് ആരാണ്, അത് എത്രയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. മഗ്നീഷ്യം
ഡയോക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? മഗ്നീഷ്യം ഓക്സൈഡ്. ബാലൻസ് ചെയ്യുമ്പോൾ Mg+ half O2 gives MgO. അതല്ലെങ്കിൽ നമുക്ക് കൂടെ വേണമെങ്കിൽ 2MgOയും ചേർക്കാം. ഓക്കെ, എനിവേ ഒന്നെങ്കിൽ 2MgO2 gives 2MgO, ഇതും ചേർക്കാം. ഏതായാലും ആൻസർ കറക്റ്റ് തന്നെയായിരിക്കും കിട്ടുക. മോൾസ് റേഷ്യോ 1, 1/2, 1. ഗിവൺ മോൾസിന് മഗ്നീഷ്യം തന്നിട്ടുണ്ട് 1 gram. ഗിവൺ മാസ് 1 gram. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 24. Then oxygen given mass 0.56 gram divided by molecular mass 32. Then reaction നടക്കുന്നതിന് മുമ്പ് പ്രോഡക്റ്റ്. അപ്പോൾ given moles of magnesium അത് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടി വരും. 100/24. 96. അപ്പോൾ ഇവിടെ 441. 4.1. അപ്പോൾ ഇവിടെ ആൻസർ വരിക 100ലാണ് 4.1. അപ്പോൾ ഇവിടെ 0.041 മോൾസ് വരും. ഓക്കെ, ഇനി 56.56/32. 56/32. 132 24.240. 240 almost 6 or 7. 224. Yes, 1.7 something. 1.7.56 വരുമ്പോൾ 0.017 മോൾസ്. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യവും കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജനും കിട്ടി. ഇനി റേഷ്യോ വാല്യൂ വെച്ചിട്ട് ഇതിലേതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്, ഏതാണ് എക്സസ് റിയാക്ടന്റ് കണ്ടുപിടിക്കാം. റേഷ്യോ മഗ്നീഷ്യം എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന്റെ ഹാഫ് ആയിരിക്കും ഓക്സിജൻ റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഓക്സിജൻ വെച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന്റെ ഡബിൾ മഗ്നീഷ്യം റിയാക്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ മഗ്നീഷ്യം വെച്ച് നോക്കുകയാണ്. മഗ്നീഷ്യം വെച്ച് നോക്കുമ്പോൾ മഗ്നീഷ്യം ഇവിടെ 0.041 ഉണ്ട്. 0.041. അപ്പൊ ഓക്സിജൻ എത്ര വേണം? റേഷ്യോ നോക്കുക, പകുതി വേണം. ഏത്? ഓക്സിജൻ. 0.41ന്റെ പകുതി, 0.47ന്റെ പകുതി എത്ര വരും? 0.2 സംതിങ് അല്ലെ? ക്ലിയർ ആണോ? 0.41ന്റെ പകുതി 0.20 സംതിങ്. ഇവിടെ 0.20 ഉണ്ടോ? ഇല്ല, 0.17 ഉള്ളൂ. അപ്പൊ മഗ്നീഷ്യം അല്ല ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആയിട്ട് വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലിമിറ്റിംഗ് റിയാക്ടന്റ് മഗ്നീഷ്യം അല്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ മനസ്സിലായോ? മഗ്നീഷ്യം എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഹാഫ് ആണ് ഓക്സിജൻ. മഗ്നീഷ്യം 0.41 ആണ്, 0.041 ആണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 0.20 സംതിങ്. അത് ഇവിടെ ഇല്ല, 0.017. ഇനി ഓക്സിജൻ വെച്ച് നോക്കാം. ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ആണ് മഗ്നീഷ്യം. ഓക്സിജൻ 0.017, അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 0.034. 0.034 ഉണ്ടോ? ഉണ്ട്, കാരണം ഇവിടെ 0.041 ഉണ്ട്. അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റ് ഇസ് ഓക്സിജൻ. ക്ലിയർ ആണോ? ലിമിറ്റിംഗ് റിയാക്ടന്റ് ഓക്സിജൻ ആണെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? ലിമിറ്റിംഗ് റിയാക്ടന്റ് ഓക്സിജൻ ആണെന്ന് കണ്ടുപിടിച്ചത് ഓക്കെ ആണോ? റേഷ്യോ നോക്കി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇനി ആഫ്റ്റർ റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ്. ലിമിറ്റിംഗ് റിയാക്ടന്റ് എത്രയാണോ ആഡ് ചെയ്തത് അത് മൊത്തം റിയാക്ട് ചെയ്ത് പോകും. ലിമിറ്റിംഗ് റിയാക്ടന്റ് 0.017 ആണ് ആഡ് ചെയ്തത്. അത് മൊത്തം റിയാക്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? 0 വരും. ദെൻ ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ആണ് മഗ്നീഷ്യം റിയാക്ട് ചെയ്യുക. അപ്പൊ മഗ്നീഷ്യം ബാക്കി എന്തുണ്ടാവും? 0.041 മൈനസ് ഓക്സിജന്റെ ഡബിൾ. 0.017ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 0.034. ബാക്കി എന്തുണ്ടാവും? 0.007. അപ്പൊ റിമൈനിങ് amount 0.007. ഓക്കെ,
ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് റിയാക്ടന്റ് ഇസ് ലെഫ്റ്റ് ആൻഡ് ഹൗ മച്ച്. അപ്പൊ ബാക്കി വരുന്നത് ആരാണ്? ബാക്കി വരുന്നത് മഗ്നീഷ്യം ആണ്. അപ്പൊ ഓപ്ഷൻ എയും ആകാം, ഓപ്ഷൻ സിയും ആകാം. അതിൽ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് മാസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് number of moles into molecular mass. Number of moles 0.007 into molecular mass 24. എത്ര വരും? 0.168. Approximate value 0.168. Answer magnesium ആണ് excess reactant. I am on 0.168. അങ്ങനെ വരുന്ന answer is option A. Clear ആണോ? Limiting reactant problem. Yes, 0.168. Okay അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which has the maximum number of molecules among the following? Molecules ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? എല്ലാ സബ്സ്റ്റാൻസിന്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? മോൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. Molecules formula, number of molecules is equal to moles into Avogadro's constant. അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള മോളിക്യൂൾസും മോൾസും ആണ് ഈ ക്വസ്റ്റ്യനിൽ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് ആൻസർ കിട്ടാൻ മോളിക്യൂൾസ് ഇസ് പ്രൊപ്പോർഷണൽ ടു മോൾസ് എന്ന് എഴുതാം. അപ്പോൾ മോൾസ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും മോളിക്യൂൾസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 44. മോളിക്കുലാർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ് 12 പ്ലസ് 16 into 2. അതും 44 വരും, 1 മോൾ വരും. Then ഓസോൺ 48 given mass 16 into 3 ആണ് മോളിക്കുലാർ മാസ്, അതും 48 വരും, 1 മോൾ. സൾഫർ ഡയോക്സൈഡ് given mass 64, മോളിക്കുലാർ മാസ് 32 plus 16 into 2, അതായത് 32 plus 32 64 വരും, 1 മോൾ. ഹൈഡ്രജൻ given mass 8 divided by molecular mass 2, 8 by 2, 4 മോൾ വരും. അപ്പോൾ മോൾസ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും മോളിക്യൂൾസ് കൂടുതൽ. ആൻസർ സി. റോഷ്ന ഹിയ സോറ പാർവതി കറക്റ്റ്. കമന്റ് ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 0.1 മോൾ ഓഫ് എ ട്രയറ്റോമിക് ഗ്യാസ് ഇസ്. ട്രയറ്റോമിക് ഗ്യാസിലെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, ഒരു മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഗിവൺ സാമ്പിൾ ഓഫ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഫോർമുല 3 എണ്ണം ഉണ്ട്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ബൈ മോളിക്കുലാർ മാസ്, അതല്ലെങ്കിൽ ഗിവൺ വോളിയം ബൈ 22.4 ലിറ്റർ. മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ STP കണ്ടീഷൻ വേണം. ദെൻ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. ദെൻ ഇനിയാണ് നമ്പർ ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് അയോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് ജനറൽ ആയിട്ട് എഴുതാം, നമ്പർ ഓഫ് എക്സ് യൂണിറ്റ്സ് in a given sample of molecule is equal to number of molecules into number of x units in one molecule. Number of x units in one molecule. ഞാനിവിടെ x units എന്ന് എഴുതാനുള്ള കാരണം, ഈ x എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആറ്റം ആവാം, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവാം, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആവാം, ന്യൂട്രോൺസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആറ്റംസ് ആണെങ്കിൽ ഫോർമുല എന്ത് ചെയ്താ? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു, എക്സ് യൂണിറ്റ് വരെ ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു
number of x units in one molecule. Number of atoms in one molecule. Number of atoms in one molecule. Clear ആണോ? Okay. For example, H2O molecule in the given sample തരാണ്. ഇതിൽ question ചോദിക്കുകയാണ്. Find the number of oxygen atoms. എന്ന് ചോദിച്ചാൽ അപ്പോൾ എന്ത് വരും? X unit എന്ന് പറയാൻ number of oxygen atom. Formula എന്ത് വരും? Number of molecules into number of oxygen atoms in one molecule. ഒരു H2O molecule എത്ര oxygen atom? ഒരെണ്ണം. Number of hydrogen atoms ചോദിച്ചാലോ? Number of hydrogen atoms is equal to number of molecules into number of hydrogen atoms in one molecule. ഒരു molecule H2O ൽ എത്ര hydrogen atoms ഉണ്ട്? 2. Total number of atoms ചോദിച്ചാലോ? X units എന്ത് വരും? Total atoms equal to total number of atoms in one molecule. Total H2O ൽ എത്ര atoms? 3. അപ്പോൾ അതുപോലെ ഇലക്ട്രോൺസ് ചോദിക്കാം, പ്രോട്ടോൺസ് ചോദിക്കാം, ന്യൂട്രോൺസ് ചോദിക്കാം, അയോൺസ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്പർ ഓഫ് എക്സ് യൂണിറ്റ്സ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 0.1 ഇൻറ്റു അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ആൻഡ് മോളിക്യൂൾ ഇസ് ട്രൈ അറ്റോമിക് ഗ്യാസ്. ട്രൈറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ 3 ആറ്റം. അപ്പൊ നമ്പർ ഓഫ് എക്സ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ. ട്രൈറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് ഒരു മോളിക്യൂളിൽ 3 ആറ്റംസ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 6.02 ഇൻറ്റു 10⁻23. 0.1 ഇൻറ്റു 6.02 into 10⁻23 into 3. ഇവിടെ 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6.02 into 10⁻22 into 3. ഇവിടെ 18.06 into 10⁻22. അപ്പോൾ ഓപ്ഷനിൽ ആ ഒരു ഫോമാറ്റിലാണോ തന്നിരിക്കുന്നതെന്ന് നോക്കാം. 22 ഇത് വരില്ല. പിന്നെ ഈ 2 ഓപ്ഷൻസ് വരാം. പക്ഷെ ഒന്നിന്റെ പവർ 22 ആണ്, ഒന്നിന്റെ പവർ 23 ആണ്. അപ്പൊ ഇതിനെ 1 പോയിന്റ് സംതിങ്ങിലേക്ക് മാറ്റിയാൽ എന്ത് വരും? 1.806 ഇൻറ്റു 10⁻23. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. വെരി ഗുഡ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോറ, പാർവതി, റോഷ്ന, മൻസൂര. വെരി ഗുഡ്. അപ്പൊ ഓക്കെ ആണല്ലോ ചെയ്ത രീതി, ചെയ്ത മെത്തേഡ്. Answer is 1.806 into 10⁻23. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Again limiting reactant problem ആണ്. ഒരുപാട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. 10 gram ഹൈഡ്രജൻ 64 gram ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. The amount of water produced in this reaction. രണ്ട് റിയാക്ടന്റിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഫസ്റ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ചെയ്താ H2 plus O2 gives H2O. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 1/2. മോൾസ് റേഷ്യോ 1:1/2 1. മോൾസ് റേഷ്യോ ഗിവൺ മോൾസ്. ഹൈഡ്രജൻ മാസ് 10 gram ആണ്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് 10/2 5 mol. And oxygen given mass 64 divided by oxygen molecular mass 16 into 2 32. അപ്പോൾ ഇവിടെ എത്ര വരും? 1/2 mol അല്ലേ? 1/2 സോറി തിരിഞ്ഞു പോയി. 1/2 അല്ല, ഒരു 2 വരും. 64/32 2 വരും. അപ്പോൾ 5 mol ഹൈഡ്രജൻ 2 mol ഓക്സിജൻ. ഇനീഷ്യലി വാട്ടർ മോളിക്യൂൾ ഇല്ല. ദെൻ ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്? പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? റേഷ്യോ നോക്കുക. 1:1/2. ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ അതിന്റെ പകുതി ഓക്സിജൻ വേണം. ഓക്സിജൻ വെച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന്റെ ഡബിൾ ഹൈഡ്രജൻ വേണം. ഏതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്ടന്റ്? കമ്പയർ ചെയ്തിട്ടൊന്ന് പറയാമോ? ആൻസർ ബി എന്ന് കമന്റ് ചെയ്തു. നോക്കാം ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ? റേഷ്യോ വെച്ച് നോക്കിയിട്ടൊന്ന് പറയാ. ഹൈഡ്രജൻ മൊത്തം റിയാക്ടന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ അതിന്റെ പകുതി വേണം. ഇവിടെ നോക്കുക. ഹൈഡ്രജൻ 5 മോൾസ് ഉണ്ട്.
അത് മൊത്തം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ എത്ര വേണം? 2.5 ആണ്, അതിന്റെ പകുതി. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ വേണം ഹൈഡ്രജൻ. ഇവിടെ ഓക്സിജൻ 2 മോൾ ഉണ്ട്, ഇതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്ര വരണം? 4 മോൾ. 4 മോൾ ഉണ്ടോ? ഉണ്ട്. ഇവിടെ 5 ആണുള്ളത്, അതിൽ 4 റിയാക്ട് ചെയ്തു. അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റ് ഇസ് ഓക്സിജൻ. യെസ്, വെരി ഗുഡ്. ആഫ്റ്റർ റിയാക്ഷൻ ഇനി എഴുതാം. ലിമിറ്റിംഗ് റിയാക്ടന്റ് എത്രയാണോ എമൗണ്ട് അത് മൊത്തം തീർന്നു പോകും. 2 മോൾസ് ആയിരുന്നു ഇനീഷ്യലി, ആ 2 മോളും തീർന്നു പോകും, 0. ഹൈഡ്രജൻ റേഷ്യോ 1:1/2. ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. ഇനീഷ്യലി 5 ആയിരുന്നു, ഓക്സിജൻ 2 മോൾ റിയാക്ട് ചെയ്തു, അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 റിയാക്ട് ചെയ്തു പോകും, ബാക്കി ഇനി റിമൈനിങ് എമൗണ്ട് 1 മോൾ. ഇനി H2O ഹൈഡ്രജനെ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ സെയിം എമൗണ്ട്. ഓക്സിജനെ വെച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ എത്ര റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഡബിൾ ആയിരിക്കും വാട്ടർ ഫോം ചെയ്യും. ഏതെങ്കിലും ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ ഹൈഡ്രജനെ വെച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ എത്ര റിയാക്ട് ചെയ്യുന്നു? 4 മോൾ. ഇവിടെയും 4 മോൾ. ഓക്സിജനെ വെച്ച് പറയുകയാണെങ്കിലോ ഇതിന്റെ ഡബിൾ. കറക്റ്റ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. Option B is the correct answer. Limiting reactant oxygen, excess reactant hydrogen, remaining amount of hydrogen 1 mole, product formed is 4 mole water molecule. Clear? Okay അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. What volume of oxygen gas measured at 0 degrees Celsius and 1 atmosphere is needed to burn completely 1 liter of propane gas measured under the same condition? Propane gas ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്യുന്നത് 1 ലിറ്റർ പ്രൊപ്പൈൻ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം ഓക്സിജൻ ഗ്യാസ് അവിടെ ആവശ്യമാണ്? അപ്പൊ ആദ്യം തന്നെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം. പ്രൊപ്പൈൻ C3H8 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രോകാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ബാലൻസ് ചെയ്യാം. ഇവിടെ കാർബൺ 3, ഹൈഡ്രജൻ ഇവിടെ 4, ഓക്സിജൻ എത്ര വരും ടോട്ടൽ? ഇവിടെ 6, ഇവിടെ 4. 6 + 4 10 വരും. ഇപ്പൊ 5 വരും. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ആൻസർ ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ലിക്വിഡ് ആണ്. പ്രൊപ്പൈൻ എത്രയാണ്? 1 ലിറ്റർ. ഇവിടുത്തെ മോൾസ് റേഷ്യോ തന്നെയാണ് വോളിയം റേഷ്യോ വരിക. അപ്പൊ ഇവിടെ എത്ര ഓക്സിജൻ വരണം? 5 ലിറ്റർ ഓക്സിജൻ വരണം. Therefore answer is option A. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി, നമുക്ക് അതിലേക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു എലമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ 3 ഐസോട്ടോപ്പ് തന്നിട്ടുണ്ട്. ആ 3 ഐസോട്ടോപ്പിന്റെ അബണ്ടൻസി പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ദെൻ 3 ഐസോട്ടോപ്പിന്റെ മാസ് നമ്പർ തന്നിട്ടുണ്ട്, 200, 199, 208. അങ്ങനെയാണെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് ഐസോട്ടോപ്പിക് മാസസ് തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക. ആവറേജ് അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു summation percentage abundancy into mass number. പെർസെൻറ്റേജ് അബണ്ടൻസിനെ മാസ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. അപ്പൊ ഇവിടെ ഓരോ ഐസോട്ടോപ്പിന്റെ പെർസെൻറ്റേജ് അബണ്ടൻസി എടുക്കുക, ദെൻ അതിനെ മാസ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ 200x, പെർസെൻറ്റേജ് 90%. അപ്പൊ മാസ് നമ്പർ 200, 90%, 90/100 പ്ലസ് അടുത്ത ഐസോട്ടോപ്പിക് മാസ് 199 into 8/100 plus 202 into 2/100. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടും ക്യാൻസൽ ചെയ്താൽ 180 പ്ലസ് then 199 into 0.08, then 202 into 0.02. കാൽക്കുലേറ്റ് ചെയ്യാം. 199 into 8.
1592. 1592, that is 15.92 plus 404. 4.04. അപ്പോൾ ആൻസർ എന്ത് വരും? 195, 199. 199.96. അപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ ഇതിലേക്ക് വരികയാണെങ്കിൽ that will be 200 AMU. That is option D is the correct answer. കിട്ടിയോ? കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയോ? Average atomic mass, percentage abundancy into mass number. Okay ആണോ? Yes, option D is the correct answer. Very good, Zora. Okay അല്ലേ? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Again, maximum number of molecules. Again, maximum number of molecules. എങ്ങനെയാണ്? Number of molecules is directly proportional to number of moles. മോൾസ് കൂടി കഴിഞ്ഞാൽ മോളിക്യൂൾസ് കൂടും. ഓരോന്നിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ മോൾസ് ഉള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആൻസർ 7 gram നൈട്രജൻ. ഓപ്ഷൻ ബി കമന്റ് ചെയ്തു നോക്കാം. ഗിവൺ മാസ് 7 by molecular mass of nitrogen 14 into 2, that is 28. And 2 gram hydrogen, given mass 2 divided by molecular mass 2, that is 1 mole. 16 gram NO2, given mass 16 and molecular mass 14 plus 16 into 2, that is 14 plus 32, 36, 46. Then 16 gram oxygen, given mass 16 by molecular mass 16 into 2, 32, that is 1/2. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ, സി ആൻഡ് ഡി ഇതെല്ലാം 1ൽ താഴെയാണ് വാല്യൂ വരിക. ആകെ ഒരേ ഒരു വാല്യൂ ആണ് 1 വരുന്നുള്ള. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 2 gram ഹൈഡ്രജൻ. ബാക്കിയുള്ള ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം 1ൽ താഴെയാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ? ഓപ്ഷൻ ബി, 2 gram ഹൈഡ്രജൻ. 1 മോളാണ് വരിക, ബാക്കിയെല്ലാം 1ൽ താഴെയുള്ള വാല്യൂ വരിക. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ അടുത്തത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു സിമിലർ ടൈപ്പ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 4.25 gram ഓഫ് NH3 is approximately. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സ് യൂണിറ്റ്സ്. എന്തായിരുന്നു ഫോർമുല? Number of x units is equal to number of molecules into number of x units in one molecule. ഒരു മോളിക്യൂൾ എത്ര എക്സ് യൂണിറ്റ്സ്? ഇവിടുത്തെ എക്സ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് is equal to number of molecules into number of atoms in one molecule. Number of atoms in one molecule. Number of atoms in one molecule. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മാസ് ഓഫ് അമോണിയ ആണ്. അപ്പൊ അതിൽ നിന്ന് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക? മോൾസ് കണ്ടുപിടിക്കുക. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് 4.25 divided by molecular mass. Nitrogen atomic mass 14 plus 1 into 3, 70. അപ്പൊ ഇത്രയും ചെയ്ത് ഇവിടെ തന്നെ നിർത്തിക്കോളുക. കാരണം ഫൈനൽ അവസാനത്തെ സ്റ്റെപ്പിൽ വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും കാൽക്കുലേഷൻ ചെയ്യരുത്. കാരണം അവസാനത്തെ സ്റ്റെപ്പിൽ എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ചെയ്ത് ഇട്ടോള. ദെൻ അവസാനത്തെ സ്റ്റെപ്പിൽ വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അത് ഓർത്തോള. ഓരോ സ്റ്റെപ്പിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെറുതെ സമയം കളയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ്. മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് 4.25 divided by 17 into 6.02 into 10 raised to 23. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി കമന്റ് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ ഡി, അത് 6 into 10 raised to 23 എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇപ്പോൾ മോളിക്യൂൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് ആറ്റംസ്. Molecules into number of atoms in one molecule. That is 4.25 by 17 into 6.02 into 10 raised to 23. ഇത്ര molecules ആണ്. Into number of atoms in one molecule. NH3 ൽ എത്ര atoms? 4 atoms. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും. അപ്പോൾ 4. 4.25 into 4. എന്തെങ്കിലും ബന്ധമുണ്ടോ? 4.25 into 4. 4 into 4, 16, plus 0.25 into 4, 1. 16 plus 1, 17. 4.25 into 4 എന്ന് പറയുമ്പോൾ 17 വരും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 17 എഴുതി, ഡിവൈഡ് ബൈ 17. ആൻസർ 6.02 into 10 raised to 23. ഓക്കെ, ഇവിടെ ആൻസർ 6ന്റെ ടൈംസിലാണ് തന്നിരിക്കുന്നത്. അവിടെ അവർ 6 മാത്രമേ എടുത്തോളൂ. അപ്പോൾ ആൻസർ 6 into 10 raised to 23, ഓപ്ഷൻ ഡി. കിട്ടിയ എല്ലാവർക്കും? റിസോറ മൻസൂറ കമന്റ് ചെയ്തു. ആൻസർ ഓക്കെ ആണോ? അപ്പൊ ഞാനിവിടെ ചെയ്തത്രേ ഉള്ളൂ. 4.25 into 4 എന്ന് പറയുന്നത് 4 into 4 plus 0.25 into 4. 4 into 4, 16, 0.25 into 4, 1. That is 17. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ക്യാൻസൽ ആയിപ്പോയി. ആൻസർ ഇസ് അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? ഇപ്പൊ 3 പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ റോഷന, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഓക്കെ, 4NH3 plus 5O2 gives 4NO plus 6H2O. When 1 mole of ammonia and 1 mole of oxygen are made to react to completion. രണ്ട് റിയാക്ടന്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓപ്ഷൻ all the oxygen will be consumed, 1 mole of NO will be produced, 1 mole of H2O is produced, all the ammonia will be consumed. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് കണ്ടുപിടിക്കുക. 5O2 gives 4NO plus 6H2O. Okay, moles ratio 4, 5, 4, 6. Given moles, തന്നിരിക്കുന്ന given moles, ammonia 1 mole and oxygen 1 mole. പ്രോഡക്റ്റ് ഇനീഷ്യലി ഇല്ല. അപ്പൊ റേഷ്യോ കമ്പയർ ചെയ്തിട്ട് 4:5 ആണ് റേഷ്യോ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് പറയാം. അമോണിയ എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് 4 മോൾ, അതിൽ കൂടുതൽ വേണം ഓക്സിജൻ റിയാക്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ ആൻസർ ആയി. ഇവിടെ 4 റിയാക്ട് ചെയ്താൽ അതിൽ കൂടുതൽ വേണം ഓക്സിജൻ റിയാക്ട് ചെയ്യാൻ. ദെൻ ഓക്സിജൻ എത്ര എമൗണ്ട് റിയാക്ട് ചെയ്യുന്നു അതിൽ കുറവായിരിക്കണം അമോണിയ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 1 മോൾ 1 മോൾ ആണ്. അപ്പൊ ഏതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്? അമോണിയ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആവാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. കാരണം അമോണിയ ഇനീഷ്യലി 1 മോൾ ആണ്. ഇവിടെ 1 മോൾ അമോണിയ മൊത്തമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൽ കൂടുതൽ എമൗണ്ട് വേണം ഓക്സിജൻ റിയാക്ട് ചെയ്യാൻ. കാരണം ഇവിടെ 4 റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 5 ആണ്. അപ്പോൾ ഒരിക്കലും അമോണിയ ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ല. ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ 1 മോൾ റിയാക്ട് ചെയ്ത് പോയാൽ അമോണിയ എത്ര വേണം? അതിൽ താഴെ മതി റിയാക്ട് ചെയ്യാൻ. ഇവിടെ 5 ആയിരുന്നു, ഇവിടെ 4. ഇവിടെ ഏതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്? ദാറ്റ് ഈസ് ഓക്സിജൻ. അപ്പൊ ഓക്സിജൻ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണോ റിയാക്ഷനിൽ പെട്ടെന്ന് തീർന്നു പോവുക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതായിരിക്കും? ഓൾ ദ ഓക്സിജൻ വിൽ ബി കൺസ്യൂംഡ്. ഓക്കെ, ക്ലിയർ ആണോ? Answer is all the oxygen will be consumed. അടുത്ത question. The total number of valence electrons in 4.2 gram of N3 minus ions. നേരത്തെ പറഞ്ഞ X യൂണിറ്റ്സിന്റെ പ്രോബ്ലം ആണ്. നമ്പർ ഓഫ് X യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ X യൂണിറ്റ്സ് എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് is equal to number of molecules into
number of molecules into number of x units in one molecule. ഇവിടുത്തെ x units എന്താ വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ number of valence electrons in one molecule, ഒരു മോളിക്യൂളിലുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് 4.2 gram. ബൈ മോളിക്കുലാർ മാസ് ഓഫ് N3 മൈനസ് N3 3 നൈട്രജൻ. അപ്പോൾ ഇവിടെ അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 into 3 എത്ര വരും? 42 വരും. അപ്പോൾ ഇവിടെ 4.2. ഓക്കെ. ഇനി മോളിക്യൂൾസ്. മോളിക്യൂൾസ് number of moles into Avogadro's constant. Number of moles 4.2 divided by 42 into Avogadro's constant. ഇവിടെ ഓപ്ഷനിൽ n എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ n എന്ന് മാത്രമേ എഴുതുന്നു. ഓക്കെ. ഇനി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. നമ്പർ ഓഫ് മോളിക്യൂൾസ് 4.2 divided by 42 Na. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ വൺ മോളിക്യൂൾ. ഒരു N3 മൈനസ് അയോണിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? N3 മൈനസ് അയോണിൽ നൈട്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. സ്പെഷ്യൽ കോൺഫിഗറേഷൻ 2,5 വരും. ഓരോ നൈട്രജനിലും 5 വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ. അപ്പോൾ ഇവിടെ 3 നൈട്രജൻ. അപ്പോൾ 3 നൈട്രജനിലും 5 വാലൻസ് ഇലക്ട്രോൺസ് വെച്ച് ദെൻ ഇവിടെ ഒരു ചാർജ് മൈനസ് കൊടുത്തിട്ടുണ്ട്. ചാർജ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു. ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എവിടേക്ക് അക്സെപ്റ്റ് ചെയ്യും? വാലൻസ് ഷെല്ലിലേക്ക്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി ചേർക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? വാലൻസ് ഇലക്ട്രോൺ 16 വരും. ഓക്കെ. 3 നൈട്രജനിൽ 5 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തപ്പോൾ 16. അപ്പോൾ ഇൻറ്റു 16 ആൻസർ ഇവിടെ 0.1 വരും. ഇൻറ്റു Na ഇൻറ്റു 16 ദാറ്റ് ഈസ് 1.6 Na. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. Option C is the correct answer. Clear ആണല്ലോ? ഓക്കെ. കോൺസെപ്റ്റ് മനസ്സിലായി? ഓക്കെ. അവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The number of gram molecules of oxygen in 6.02 into 10⁻²4 carbon monoxide molecules. Number of gram molecules. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ എന്നാണ് മീനിങ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ. നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. അപ്പൊ നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട് 6.02 into 10⁻²4. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഫോർമുല മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. അപ്പോൾ മോൾസ് ഈക്വൽ ടു എന്ത് വരും? മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് divided by Avogadro's constant. Number of molecules divided by Avogadro's constant. Number of molecules 6.02 into 10⁻²24. Avogadro's constant 6.02 into 10⁻23. Answer എന്ത് വരും? Answer ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ ഒരു 10 വരും. Answer is 10 gram molecules. Option A is the correct answer. Okay, some basic concepts of chemistry. ഇതിൽ കുറച്ച് ടഫായിട്ട് വരിക ലിമിറ്റിംഗ് റിയാക്ഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയാക്ഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണ് കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത്. അതിന്റെ കാരണം തന്നെ അതാണ്. ഇപ്പൊ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഒരു നല്ലൊരു മാർക്കിലേക്ക് വരട്ടെ. അപ്പൊ നെക്സ്റ്റ് ലെക്ചർ അടുത്ത ചാപ്റ്റർ വരുന്നത് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിൽ സം ബേസിക് കോൺസെപ്റ്റ്സിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ ആവശ്യമാണ്. അപ്പൊ കൃത്യമായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. അപ്പൊ അടുത്ത ലെക്ചറിൽ കാണാം ഇക്വിലിബ്രിയമായിട്ട്. എല്ലാവർക്കും താങ്ക് യു.
താങ്ക് യു ഓൾ.